Dear students, flexible budget എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഫ്ലെക്സിബിൾ ബജറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഫ്ലെക്സിബിൾ ബജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ബജറ്റാണ് ഫ്ലെക്സിബിൾ ബജറ്റ്. ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എത്രയാണ് കോസ്റ്റ് എന്നാണ് ഇതിലൂടെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. The expenses budgeted for production of 10,000 units in a factory are furnished below. 10,000 യൂണിറ്റ്സ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റഡ് എക്സ്പെൻസസ് ഇവിടെ തന്നിട്ടുണ്ട്. 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എത്രയാണ് എക്സ്പെൻസസ്, എസ്റ്റിമേറ്റ് ചെയ്യുന്ന എക്സ്പെൻസസ് അത് തന്നിട്ടുണ്ട്. ഏതെല്ലാമാണ് നോക്കാം. ഇവിടെ തന്നിട്ടുള്ള എക്സ്പെൻസസ് പെർ യൂണിറ്റ് എക്സ്പെൻസ് ആണ്. അതായത് ഒരു യൂണിറ്റിനുള്ള എക്സ്പെൻസ് ആണ് തന്നിട്ടുള്ളത്. ടോട്ടൽ നമ്മുടെ യൂണിറ്റ് പ്രൊഡക്ഷൻ 10,000 യൂണിറ്റ് ആണ്. അപ്പോൾ ഓരോ എക്സ്പെൻസസും ഒരു യൂണിറ്റ് കോസ്റ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എത്രയാണ് കോസ്റ്റ് എന്നാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് കോസ്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആണ്. മെറ്റീരിയൽ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ മെറ്റീരിയൽ ₹70 ആണ്, 70 രൂപയാണ്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെറ്റീരിയൽ കോസ്റ്റ് ₹70 ആണ്. നെക്സ്റ്റ് ലേബർ കോസ്റ്റ് ആണ്. ലേബർ കോസ്റ്റ് ₹25 ആണ്. ഒരു യൂണിറ്റിനുള്ള ലേബർ കോസ്റ്റ് ആണ് ₹25. നമ്മളുടെ ടോട്ടൽ യൂണിറ്റ് 10,000 യൂണിറ്റ് ആണ്. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ ലേബർ കോസ്റ്റ് ആണ് ₹25. നെക്സ്റ്റ് വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ് ആണ്. ഫാക്ടറി ഓവർഹെഡിൻ്റെ വേരിയബിൾ പോർഷൻ, അതായത് വേരിയബിൾ എക്സ്പെൻസസ് ₹20 പെർ യൂണിറ്റ്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫാക്ടറി ഓവർഹെഡ് വേരിയബിൾ പോർഷൻ 20 രൂപയാണ്. നെക്സ്റ്റ് ഫിക്സഡ് ഓവർഹെഡ് ആണ്. ഫിക്സഡ് ഓവർഹെഡ് ടോട്ടൽ ഫിക്സ്ഡ് ഓവർഹെഡ് ₹1,00,000 ആണ്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫിക്സ്ഡ് ഓവർഹെഡ് ₹10 ആണ്. 10 രൂപയാണ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫിക്സഡ് ഓവർഹെഡ്. നെക്സ്റ്റ് വേരിയബിൾ എക്സ്പെൻസസ് ആണ്. വേരിയബിൾ എക്സ്പെൻസ് ഡയറക്റ്റ്, അതായത് ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ വേരിയബിൾ പോർഷൻ ഒരു യൂണിറ്റ് ₹5 ആണ്. 5 രൂപയാണ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഡയറക്റ്റ് എക്സ്പെൻസ് വേരിയബിൾ പോർഷൻ. നെക്സ്റ്റ് സെല്ലിംഗ് എക്സ്പെൻസസ് ആണ്. സെല്ലിംഗ് എക്സ്പെൻസസ് 20% ഫിക്സഡ് പോർഷൻ ആണ്, ബാക്കി 80% വേരിയബിൾ പോർഷൻ ആയിരിക്കും. അപ്പോൾ സെല്ലിംഗ് എക്സ്പെൻസസ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സെല്ലിംഗ് എക്സ്പെൻസ് ₹15 പെർ യൂണിറ്റ് ആണ്. അതായത് 15 രൂപയാണ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സെല്ലിംഗ് എക്സ്പെൻസസ്. ഇതിൽ 20% ഫിക്സഡ് ആണ്, ബാക്കി 80% വേരിയബിൾ ആണ്. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് 10% ഫിക്സഡ് പോർഷൻ ആണ്, ബാക്കി 90% വേരിയബിൾ പോർഷൻ ആയിരിക്കും. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ₹10 ₹10 പെർ യൂണിറ്റ്. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ആണ്. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ടോട്ടൽ തന്നിട്ടുണ്ട് ₹50,000 ആണ്. പെർ യൂണിറ്റ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ₹5 ആണ്. 5 രൂപയാണ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള എക്സ്പെൻസസ് എല്ലാം ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എക്സ്പെൻസസ് ആണ്. നമ്മളുടെ ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ യൂണിറ്റ് 10,000 ആണ്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഒരു ഫ്ലെക്സിബിൾ ബജറ്റ്, അതായത് 8,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫ്ലെക്സിബിൾ ബജറ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. 8,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എത്രയാണ് കോസ്റ്റ്, എത്രയാണ് എക്സ്പെൻസസ്, ആ ഒരു ബജറ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഫ്ലെക്സിബിൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി 10,000 യൂണിറ്റ്സ് പ്രൊഡക്ഷന് വേണ്ട പെർ യൂണിറ്റ് കോസ്റ്റ്, അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് കാണിച്ചിരിക്കണം. 8,000 യൂണിറ്റ്സ് പ്രൊഡക്ഷന് വേണ്ട പെർ യൂണിറ്റ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് സെപ്പറേറ്റ് കാണിച്ചിരിക്കണം. അപ്പോൾ ഫ്ലെക്സിബിൾ ബജറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് കോസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എഴുതേണ്ടത്. മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് ₹70 ആണ്. ഒരു യൂണിറ്റ് പ്രൊഡക്ഷന് വേണ്ട മെറ്റീരിയൽ കോസ്റ്റ് 70 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 10,000 യൂണിറ്റ്സ് പ്രൊഡക്ഷന് വേണ്ട മെറ്റീരിയൽ കോസ്റ്റ് ₹70 ഇൻറ്റു 10,000 യൂണിറ്റ്സ്, ദാറ്റ് ഈസ് 7 lakh. 7 ലക്ഷം രൂപയാണ് 10,000 യൂണിറ്റ്സ് പ്രൊഡക്ഷന് വേണ്ട ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ്. ഇനി 8,000 യൂണിറ്റ്സ് പ്രൊഡക്ഷന് വേണ്ട പെർ യൂണിറ്റ് മെറ്റീരിയൽ കോസ്റ്റ് ₹70 തന്നെയാണ്.
total material cost for producing 8,000 units is 5,60,000. അതായത് 70 rupees into 8,000 units, that is 5,60,000. 5,60,000 രൂപയാണ് 8,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ്. നെക്സ്റ്റ് സെക്കൻഡ് എലമെൻ്റ് ആയിട്ടുള്ള ലേബർ കോസ്റ്റ് ആണ്. ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് 25 rupees ആണ്. ടോട്ടൽ ലേബർ കോസ്റ്റ് ഫോർ പ്രൊഡ്യൂസിങ് 10,000 യൂണിറ്റ്സ് 25 rupees into 10,000 യൂണിറ്റ്സ്, ദാറ്റ് ഈസ് 2,50,000. 2,50,000 രൂപയാണ് 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടോട്ടൽ ലേബർ കോസ്റ്റ്. അതായത് 25 into 10,000 യൂണിറ്റ്സ് ചെയ്താൽ നമുക്ക് 2,50,000 രൂപ കിട്ടും. നെക്സ്റ്റ് 8,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പെർ യൂണിറ്റ് ലേബർ കോസ്റ്റ് 25 rupees തന്നെയാണ്. ടോട്ടൽ ലേബർ കോസ്റ്റ് കാണാൻ 25 rupees into 8,000 യൂണിറ്റ്സ് ചെയ്യുക. അപ്പോൾ 2 lakh rupees എന്ന് കിട്ടുന്നു. 2 lakh rupees ആണ് 8,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടോട്ടൽ ലേബർ കോസ്റ്റ്. നെക്സ്റ്റ് കോസ്റ്റ് എലമെൻ്റ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് വേരിയബിൾ പോർഷൻ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡയറക്റ്റ് എക്സ്പെൻസ് പെർ യൂണിറ്റ് 5 rupees ആണ്. ടോട്ടൽ ഡയറക്റ്റ് എക്സ്പെൻസ് ഫോർ പ്രൊഡ്യൂസിങ് 10,000 യൂണിറ്റ്സ് ഈസ് 50,000 rupees. അതായത് 5 rupees into 10,000 യൂണിറ്റ്സ്, ദാറ്റ് ഈസ് equal to 50,000 rupees. 50,000 രൂപയാണ് 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഡയറക്റ്റ് എക്സ്പെൻസ്. ഇനി 8,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഡയറക്റ്റ് എക്സ്പെൻസ് പെർ യൂണിറ്റ് 5 rupees ആണ്. ടോട്ടൽ ഡയറക്റ്റ് എക്സ്പെൻസ് 5 rupees into 8,000 യൂണിറ്റ്സ്, അതായത് 40,000 rupees ആണ്. 40,000 രൂപയാണ് 8,000 യൂണിറ്റ്സ് പ്രൊഡക്ഷന് വേണ്ട ടോട്ടൽ ഡയറക്റ്റ് എക്സ്പെൻസ്. ഇനി മെറ്റീരിയൽ, ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ഇതെല്ലാം ആഡ് ചെയ്ത് പ്രത്യേകമായിട്ട് കാണിച്ചിരിക്കണം. അതായത് പെർ യൂണിറ്റ് കോസ്റ്റും അതുപോലെ തന്നെ ടോട്ടൽ എമൗണ്ടും പ്രത്യേകമായിട്ട് കാണിച്ചിരിക്കണം. ഇതിനോടുകൂടി ഈ എമൗണ്ടിനോടുകൂടി ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യണം. ഫാക്ടറി ഓവർഹെഡ് ഇവിടെ ക്വസ്റ്റ്യനിൽ വേരിയബിൾ പോർഷൻ, ഫിക്സ്ഡ് പോർഷൻ സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ് പെർ യൂണിറ്റ് 20 rupees ആണ്. ഒരു യൂണിറ്റ് വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ് 20 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ് 20 rupees into 10,000 യൂണിറ്റ്സ്, ദാറ്റ് ഈസ് 2 lakh. 2 ലക്ഷം രൂപയാണ് വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ് ഫോർ പ്രൊഡ്യൂസിങ് 10,000 യൂണിറ്റ്സ്. നെക്സ്റ്റ് വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ് പെർ യൂണിറ്റ് ഫോർ പ്രൊഡ്യൂസിങ് 8,000 യൂണിറ്റ്സ്. 8,000 യൂണിറ്റ്സ് പ്രൊഡക്ഷന് വേണ്ട വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ് പെർ യൂണിറ്റ് 20 രൂപ തന്നെയാണ്. അതായത് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. ലെവൽ ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും പെർ യൂണിറ്റ് വേരിയബിൾ ഓവർഹെഡ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യില്ല. ബട്ട് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് 20 rupees ആണ്. 8,000 യൂണിറ്റ്സ് ആണ് പ്രൊഡക്ഷനെങ്കിലും. ബട്ട് ടോട്ടൽ വേരിയബിൾ പോർഷൻ ഓഫ് ഓവർഹെഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് 20 rupees into 8,000 യൂണിറ്റ്സ് ചെയ്യുമ്പോൾ 1,60,000 ആണ് കിട്ടുന്നത്. അപ്പോൾ 8,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വേരിയബിൾ ഓവർഹെഡ്, ഫാക്ടറി വേരിയബിൾ ഓവർഹെഡ് 1,60,000 ആയിട്ട് കുറഞ്ഞു. നെക്സ്റ്റ് ഫിക്സ്ഡ് ഓവർഹെഡ് ആണ്. ഫിക്സ്ഡ് ഓവർഹെഡ് നമുക്കറിയാം ടോട്ടൽ ഫിക്സ്ഡ് ഓവർഹെഡ് അല്ലെങ്കിൽ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യില്ല. ലെവൽ ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യില്ല. ബട്ട് പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫിക്സ്ഡ് ഫാക്ടറി ഓവർഹെഡ് 10 rupees ആണ്. 10 രൂപയാണ് ഒരു യൂണിറ്റിൻ്റെ ഫിക്സ്ഡ് കോസ്റ്റ്, ഫിക്സ്ഡ് ഫാക്ടറി ഓവർഹെഡ്. ബട്ട് 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിൽ 10 rupees into 10,000 യൂണിറ്റ്സ് എന്ന് ചെയ്യുമ്പോൾ 1 lakh കിട്ടുന്നു. അതായത് 1 lakh rupees ആണ് 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫിക്സ്ഡ് ഫാക്ടറി ഓവർഹെഡ്. ഇനി അത് 10,000 യൂണിറ്റ്സിൽ നിന്നും കൂട്ടിയാലും 10,000 യൂണിറ്റ്സ് 8,000 ആയിട്ട് കുറച്ചാലും ഈ 1 lakh rupees എന്നുള്ളത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യില്ല. ബട്ട് പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഫോർ പ്രൊഡ്യൂസിങ് 8,000 യൂണിറ്റ്സ് ഈസ് 1 lakh rupees.
8,000 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ ആണെങ്കിലും ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് 1 lakh rupees തന്നെയാണ്, ചേഞ്ച് ചെയ്യുന്നില്ല. ബട്ട് പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നു. പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് 12.5 rupees ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അതായത് 12.5 rupees കിട്ടിയത് 1 lakh rupees ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് ആയിട്ടുള്ള 8,000 യൂണിറ്റ്സ്. അങ്ങനെ ചെയ്യുമ്പോൾ 12.5 rupees കിട്ടുന്നു. അതായത് 12.5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ്, ഫിക്സ്ഡ് ഓവർഹെഡ് 1 lakh rupees ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ് ആയിട്ടുള്ള 8,000 യൂണിറ്റ്സ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ 12.5 rupees, അതായത് ഒരു യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടുന്നു. ഒരു യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് ഫോർ പ്രൊഡ്യൂസിങ് 8,000 യൂണിറ്റ്സ് കിട്ടുന്നു. അപ്പോൾ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യില്ല. ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ കൂട്ടിയാലും കുറച്ചാലും, ബട്ട് പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നു. ഇനി ഈ എമൗണ്ട് എല്ലാം ഓരോ കോളം ആഡ് ചെയ്യുന്നു, ടോട്ടൽ ചെയ്യുന്നു. അതിനോടുകൂടി നെക്സ്റ്റ് എക്സ്പെൻസ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ഇവിടെ ക്വസ്റ്റ്യനിൽ 50,000 rupees ആണ് തന്നിട്ടുള്ളത്. 50,000 rupees നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ട് അസ്യൂം ചെയ്യാം. ഇവിടെ ഫിക്സ്ഡ് വേരിയബിൾ എന്ന് സെഗ്രിഗേഷൻ തന്നിട്ടില്ല. ബട്ട് ഈ 50,000 രൂപ മാക്സിമം എമൗണ്ട് ഇവിടെ തന്നതുകൊണ്ട് അത് ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം, അസ്യൂം ചെയ്യാം. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് പെർ യൂണിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 rupees ആണ്. 5 rupees ആണ് പെർ യൂണിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. ആൻഡ് ഫോർ പ്രൊഡ്യൂസിങ് 10,000 യൂണിറ്റ്സ്, 10,000 യൂണിറ്റ്സ് ആണ് പ്രൊഡക്ഷൻ എങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 5 rupees ഇൻറ്റു 10,000, അപ്പോൾ 50,000 rupees ആയിരിക്കും. 50,000 രൂപയാണ് 10,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. ഇനി ഇത് ഫിക്സ്ഡ് ഓവർഹെഡ് ആയതുകൊണ്ട് ഈ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും 50,000 തന്നെയാണ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്, ബട്ട് പെർ യൂണിറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് 8,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ടുള്ള ഈ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 50,000 rupees തന്നെയാണ്. ഇത് ചേഞ്ച് ചെയ്യുന്നില്ല, കാരണം ഇത് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തു, ബട്ട് പെർ യൂണിറ്റ് പോർഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പെർ യൂണിറ്റ് പോർഷൻ കാണാൻ വേണ്ടി 50,000 rupees, അതായത് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് 50,000 rupees ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് ആയിട്ടുള്ള 8,000 യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 6.25 rupees കിട്ടുന്നു. അതാണ് പെർ യൂണിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. ഇനി ഈ എമൗണ്ട് എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നു, ഓരോ കോളം ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ഓവർഹെഡ് ഇതിനോടുകൂടി ആഡ് ചെയ്യുന്നു. നെക്സ്റ്റ് എക്സ്പെൻസ് സെല്ലിംഗ് എക്സ്പെൻസ് ആണ്, അല്ലെങ്കിൽ സെല്ലിംഗ് ഓവർഹെഡ് ആണ്. സെല്ലിംഗ് ഓവർഹെഡ് അല്ലെങ്കിൽ സെല്ലിംഗ് എക്സ്പെൻസ് ഫിക്സഡ് പോർഷൻ, വേരിയബിൾ പോർഷൻ സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഫിക്സ്ഡ് പോർഷന് പറയുന്നത് 20% ആണ്, വേരിയബിൾ പോർഷൻ അങ്ങനെ ആകുമ്പോൾ 80% ആയിരിക്കും. അപ്പോൾ ഫിക്സ്ഡ് സെല്ലിംഗ് എക്സ്പെൻസ് 20% ആണ്. ഇവിടെ പെർ യൂണിറ്റ് തന്നത് ക്വസ്റ്റ്യനിൽ 15 rupees ആണ്, 15 രൂപയാണ് പെർ യൂണിറ്റ് സെല്ലിംഗ് എക്സ്പെൻസ്. അതിൻ്റെ 20% ഫിക്സ്ഡ് ആണ്, അതായത് ഫിക്സ്ഡ് സെല്ലിംഗ് എക്സ്പെൻസ് പെർ യൂണിറ്റ് 3 rupees ആണ്. 3 രൂപയാണ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫിക്സ്ഡ് പോർഷൻ ഓഫ് സെല്ലിംഗ് എക്സ്പെൻസ്. അങ്ങനെ ആകുമ്പോൾ 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫിക്സ്ഡ് പോർഷൻ ഓഫ് സെല്ലിംഗ് എക്സ്പെൻസ് കാണാൻ 3 rupees ഇൻറ്റു 10,000 യൂണിറ്റ്സ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 30,000 rupees എന്ന് കിട്ടുന്നു. അപ്പോൾ 30,000 rupees ആണ് 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടോട്ടൽ ഫിക്സ്ഡ് പോർഷൻ ഓഫ് സെല്ലിംഗ് എക്സ്പെൻസ്. ഇനി ഈ 30,000 എന്നുള്ള ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ല, 8,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലും. അപ്പോൾ 8,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ പോർഷൻ ഓഫ് ഫിക്സ്ഡ് സെല്ലിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30,000 തന്നെയാണ്. കാരണം ഫിക്സ്ഡ് കോസ്റ്റ് ആണ്, അത് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും ഈ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് ടോട്ടൽ ഫിക്സ്ഡ് പോർഷൻ ഓഫ് സെല്ലിംഗ് എക്സ്പെൻസ് ഫോർ പ്രൊഡ്യൂസിങ് 8,000 യൂണിറ്റ് ഇസ് ഓൾസോ 30,000 rupees. ഇനി പെർ യൂണിറ്റ് ഫിക്സ്ഡ് പോർഷൻ, ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ 8,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ പെർ യൂണിറ്റ് ഫിക്സ്ഡ് പോർഷൻ ഓഫ് സെല്ലിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.75 ആണ്. അതായത്
ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് 30,000 റുപ്പീസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് ആയിട്ടുള്ള 8,000 യൂണിറ്റ്സ്. അപ്പോൾ നമുക്ക് 3.75 റുപ്പീസ് എന്ന് കിട്ടും. അതായത് 30,000 റുപ്പീസ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ് ആയിട്ടുള്ള 8,000. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 3.75. അപ്പോൾ 8,000 യൂണിറ്റ്സ് ആണ് പ്രൊഡക്ഷൻ എങ്കിൽ ഫിക്സ്ഡ് പോർഷൻ ഓഫ് സെല്ലിംഗ് എക്സ്പെൻസ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.75 റുപ്പീസാണ്. ഇനി നെക്സ്റ്റ് വേരിയബിൾ പോർഷൻ ഓഫ് സെല്ലിംഗ് എക്സ്പെൻസ് ആണ്. വേരിയബിൾ പോർഷൻ ഓഫ് സെല്ലിംഗ് എക്സ്പെൻസ് ബാക്കി 80% ആണ്. ഫിക്സ്ഡ് പോർഷൻ 20% ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ബാക്കി വരുന്ന 80% വേരിയബിൾ ഓവർഹെഡ് ആയിരിക്കും. അപ്പോൾ വേരിയബിൾ എക്സ്പെൻസ് 80% ആണ്. 15 രൂപയുടെ 80% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 റുപ്പീസാണ്. അപ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വേരിയബിൾ പോർഷൻ ഓഫ് സെല്ലിംഗ് എക്സ്പെൻസ് 12 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വേരിയബിൾ കോസ്റ്റ് 12 റുപ്പീസ് ഇൻറ്റു 10,000 യൂണിറ്റ്സ്, ദാറ്റ് ഈസ് 1,20,000 റുപ്പീസ്. 1,20,000 രൂപയാണ് 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടോട്ടൽ വേരിയബിൾ സെല്ലിംഗ് എക്സ്പെൻസ്. ഇനി വേരിയബിൾ എക്സ്പെൻസ് പെർ യൂണിറ്റ് ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. യൂണിറ്റ് അല്ലെങ്കിൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും പെർ യൂണിറ്റ് വേരിയബിൾ എക്സ്പെൻസ് ചേഞ്ച് ചെയ്യുന്നില്ല. ബട്ട് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ 8,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലും പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് 12 റുപ്പീസ് തന്നെയാണ്. ബട്ട് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 96,000 ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നു. അതായത് 12 റുപ്പീസ് ഇൻറ്റു 8,000 യൂണിറ്റ്സ് എന്ന് ചെയ്യുമ്പോൾ 96,000 റുപ്പീസ് കിട്ടും. അപ്പോൾ 8,000 യൂണിറ്റ്സ് ആണ് പ്രൊഡക്ഷൻ എങ്കിൽ ടോട്ടൽ വേരിയബിൾ എക്സ്പെൻസ് വേരിയബിൾ സെല്ലിംഗ് എക്സ്പെൻസ് 96,000 ആണ്. അതായത് 12 റുപ്പീസ് ഇൻറ്റു ടോട്ടൽ യൂണിറ്റ് ആയിട്ടുള്ള 8,000. ഇതാണ് സെല്ലിംഗ് എക്സ്പെൻസ്. ഇനി ഈ എമൗണ്ടിനോട് കൂടി നമ്മൾ ഇതിനോടുകൂടി നെക്സ്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യേണ്ടത് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡും ഫിക്സഡ് പോർഷൻ വേരിയബിൾ പോർഷൻ സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഫിക്സ്ഡ് പോർഷൻ പറയുന്നത് 10% ആണ്. ഇവിടെ 10 റുപ്പീസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസിൻ്റെ 10 രൂപയുടെ 10% ഫിക്സ്ഡ് പോർഷനാണ്. അപ്പോൾ ബാക്കി 90% വേരിയബിൾ പോർഷൻ ആയിരിക്കും. അപ്പോൾ ഫിക്സ്ഡ് പോർഷന് 10 റുപ്പീസിൻ്റെ 10%, അതായത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫിക്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് 1 രൂപയാണ്. 10% ആയിട്ടുള്ള 1 രൂപയാണ്. ബട്ട് 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഫിക്സ്ഡ് പോർഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് 10,000 റുപ്പീസാണ്. അതായത് 1 റുപ്പീസ് ഇൻറ്റു ടോട്ടൽ യൂണിറ്റ്സ് ആയിട്ടുള്ള 10,000. അപ്പോൾ നമുക്ക് 10,000 റുപ്പീസ് എന്ന് കിട്ടും. 10,000 റുപ്പീസാണ്. 10,000 യൂണിറ്റ്സ് ആണ് പ്രൊഡക്ഷൻ എങ്കിൽ ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഫിക്സ്ഡ് പോർഷൻ. ഇനി നമുക്കറിയാം ഫിക്സ്ഡ് ഓവർഹെഡ് ആണെങ്കിൽ ടോട്ടൽ ഫിക്സ്ഡ് ഓവർഹെഡ് ചേഞ്ച് ചെയ്യില്ല ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്താലും. അപ്പോൾ 8,000 യൂണിറ്റ്സ് ആയിട്ട് പ്രൊഡക്ഷൻ കുറച്ചാലും 10,000 യൂണിറ്റ്സ് തന്നെയാണ് ഫിക്സ്ഡ് ഓവർഹെഡ്. ഫിക്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ചേഞ്ച് ചെയ്യുന്നില്ല. അത് 10,000 റുപ്പീസ് തന്നെയാണ്. ബട്ട് പെർ യൂണിറ്റ് ഒരു യൂണിറ്റിൻ്റെ ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് 1.25 റുപ്പീസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഈ 1.25 റുപ്പീസ് കിട്ടിയത് നമ്മൾ നേരത്തെ മറ്റുള്ള എക്സ്പെൻസ് പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് 10,000 റുപ്പീസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ് 8,000. അപ്പോൾ നമുക്ക് 1.25 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് 1.25 ആയിട്ട് ഇൻക്രീസ് ചെയ്തു പ്രൊഡക്ഷൻ കുറഞ്ഞത് കാരണം. നെക്സ്റ്റ് വേരിയബിൾ ഓവർഹെഡ് ആണ്. വേരിയബിൾ ഓവർഹെഡ് 90% ആണ്. ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിൽ 90% വേരിയബിൾ പോർഷനാണ്. അതായത് 10 രൂപയുടെ 90% 9 വേരിയബിൾ ഓവർഹെഡ്. ഈ 9 രൂപ പെർ യൂണിറ്റ് വേരിയബിൾ ഓവർഹെഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വേരിയബിൾ ഓവർഹെഡ് 9 റുപ്പീസ് ഇൻറ്റു ടോട്ടൽ യൂണിറ്റ് ആയിട്ടുള്ള 10,000, ദാറ്റ് ഈസ് 90,000 റുപ്പീസാണ്. 90,000 രൂപയാണ് 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ വേരിയബിൾ പോർഷൻ ഓവർഹെഡ്. അതായത് 9 റുപ്പീസ് ഇൻറ്റു 10,000 യൂണിറ്റ്സ്. നെക്സ്റ്റ്
വേരിയബിൾ ഓവർഹെഡ് പെർ യൂണിറ്റ് ചേഞ്ച് ചെയ്യില്ല. പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും പെർ യൂണിറ്റ് വേരിയബിൾ ഓവർഹെഡ് ചേഞ്ച് ചെയ്യുന്നില്ല. അത് 9 രൂപ തന്നെയാണ്. ബട്ട് ടോട്ടൽ വേരിയബിൾ ഓവർഹെഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. 8000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വേരിയബിൾ ഓവർഹെഡ് 72,000 രൂപയായിട്ട് ഡിക്രീസ് ചെയ്യുന്നു. അതായത് 9 rupees ഇൻറ്റു 8,000 യൂണിറ്റ്സ് എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 72,000 rupees എന്ന് കിട്ടും. അതായത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കുറഞ്ഞു. പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്തപ്പോൾ ടോട്ടൽ വേരിയബിൾ ഓവർഹെഡ് ഇവിടെ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് 72,000 rupees. 9 rupees ഇൻറ്റു 8,000 യൂണിറ്റ്സ്, ദാറ്റ് ഈസ് 72,000 rupees. ഇനി എല്ലാ കോസ്റ്റും ഓരോ പെർ യൂണിറ്റ് കോളം അതുപോലെ തന്നെ ടോട്ടൽ കോളംസും നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്നു. പെർ യൂണിറ്റ് കോസ്റ്റും കിട്ടുന്നു, അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റും നമുക്ക് കിട്ടുന്നു. ഇതാണ് ഫ്ലെക്സിബിൾ ബജറ്റ്. ഇങ്ങനെയാണ് ഫ്ലെക്സിബിൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ 10,000 യൂണിറ്റ്സ് ആണ് നമ്മളുടെ പ്രൊഡക്ഷൻ എങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് 16 lakh ആണ്. 10,000 യൂണിറ്റ്സ് ആണ് പ്രൊഡക്ഷൻ എങ്കിൽ 16 lakh ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ബട്ട് പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 160 rupees ആണ്. ടോട്ടൽ നമ്മൾ 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് 160 rupees ആണ്. അതേസമയം ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 16 lakhs ആണ്. ഇനി 8,000 യൂണിറ്റ്സ് ആണ് പ്രൊഡക്ഷൻ എങ്കിൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ 13,80,000 ആണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതേസമയം ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് 164.75 ആണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഫ്ലെക്സിബിൾ ബജറ്റ് ചെയ്യേണ്ടത്.